ഏവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ് ഈ കാലുകളുടെ സ്ട്രെങ്ത് നശിച്ചു പോകുക എന്നുള്ളത്. ഓക്കെ, കാലുകളുടെ ബലം കുറഞ്ഞു പോകുക എന്നുള്ളത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നടക്കാനും അതിനൊക്കെയുള്ള സ്റ്റെപ്പ് കയറാൻ ഒരുപാട് അവരുടെ ദൈനംദിന പ്രവർത്തികളൊക്കെ തന്നെ അവർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 വ്യായാമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ഒരുപാട് പൈസകൾ ചിലവാക്കുന്നുണ്ടാവാം, ഒരുപാട് ഡോക്ടർമാരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്നുണ്ടാവാം. നമ്മുടെ കാലുകളുടെ ആ ഒരു സ്ട്രെങ്ത്, ഒരു ആരോഗ്യം നശിച്ചു പോകുന്ന, അതിൻ്റെ ഒരു കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ കുറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ നശിച്ചു പോയ ആ ഒരു സ്ട്രെങ്തിനെ, ആ ഒരു ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പൈസ പോലും മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ പറയുന്നത് കണക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഒറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പം കൂടുതലും നമുക്ക് ദീർഘിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ എത്രയാണ്. ഓക്കെ, 3 വ്യായാമങ്ങൾ മാത്രമാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളെ കുറിച്ച്. അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയതാണ്. ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കയറി കാണുക. നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ പരിശീലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ആ വ്യായാമങ്ങളെന്ന്. അപ്പം നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു കസേര ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കാലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന കാരണം തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇതേ കണക്കിരിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കാം. അതിനുശേഷം നിങ്ങളുടെ 2 കാലുകളും ഇതേപോലെ ഞാൻ ഈ വെച്ചേക്കുന്ന ആ ഒരു പൊസിഷനിൽ വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ ഈ ഒരു ഫിംഗർ ഭാഗം ഉണ്ടല്ലോ, ഒരു ഫിംഗർ ഭാഗം ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ ഉയർത്തുക. ഓക്കെ, ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം താഴെ ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് തിരിച്ച് ഇതേപോലെ ഉയർത്തുക. മനസ്സിലായല്ലോ? ഇതേപോലെ 1 2. മാക്സിമം ഈ ഒരു മസിൽസിന് നമ്മുടെ കാഫ് മസിൽസിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നത്. ഓക്കെ, കാഫ് മസിൽ നല്ല സ്ട്രോങ് ആവും. ഇതേപോലെ 1. അതിനുശേഷം തിരിച്ച് ഉപ്പൂറ്റി താഴെ വെക്കുന്നു, മുകളിലോട്ട് ഉയർത്തുന്നു. ഓക്കെ, ഇതേപോലെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. മുകളിൽ കൊണ്ടുവന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരിക, തിരിച്ച് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഒന്നാണ്. ഓക്കെ, നമ്മുടെ കാഫ് മസിലിനെ സ്ട്രോങ് ആക്കാൻ പറ്റിയത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ മസിൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരു 5 നമ്പർ വെച്ചിട്ട് ഇതേപോലെ 1 2 3 4 5 ഇങ്ങനെ ഒരു 5 എണ്ണം ചെയ്യുക. അതേ കണക്ക് തന്നെ ഒരു 3 പ്രാവശ്യം ആവർത്തിക്കുക തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എണ്ണം ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നമ്മൾ പതുക്കെ അത് ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ 20 എണ്ണം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് വ്യായാമം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേപോലെ ചെയ്യുക. ഓക്കെ, കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു വ്യായാമമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാതിലിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഭാഗം ഉണ്ടല്ലോ, കട്ടള, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ പിടിക്കാം. ഓക്കെ, ഇങ്ങനെ കട്ടളയിൽ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഉയർത്തി വെക്കുക. ആ ഒരു കട്ടളയുടെ പടിയിലോട്ട് നിങ്ങൾ ഉയർത്തി വെക്കുക. അതിനുശേഷം ഇതേപോലെ 1. മാക്സിമം നിങ്ങൾ സ്ക്വീസ് ചെയ്യുക. ഇതേ കണക്ക് കണ്ടില്ലേ, ഇതേപോലെ സ്ക്വീസ് ചെയ്യുക. സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്ന വർക്കൗട്ട്. താഴോട്ട് കൊണ്ടുവരിക. 2. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 3 4 ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ കാഫ് മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും. അത് കണക്ക് നമുക്ക്
ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിലോ ചുമരിലോ എവിടെയെങ്കിലും പിടിച്ചതിന് ശേഷം ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം 1 താഴോട്ട് കൊണ്ടുവരിക, 2 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം, മുകളിൽ വന്നിട്ട് ഹോൾഡ് ചെയ്യണം കേട്ടോ. താഴോട്ട് കൊണ്ടുവരിക, 3 4 ഓക്കെ. ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം വെച്ചിട്ട് ഒരു 3 തവണ ആവർത്തിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ 20 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ തുടക്കക്കാരാണെങ്കിൽ 5 എണ്ണം വെച്ച് ചെയ്യുന്നത് തന്നെ ധാരാളമായിരിക്കും തുടക്ക സമയങ്ങളിൽ. കാരണം 20 എണ്ണമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് 5 എണ്ണം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി ഒക്കെ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് 20 എണ്ണം വരെ എന്നിട്ട് ഒറ്റ ഒരു തവണ തന്നെ നിങ്ങൾ 20 എണ്ണം നിങ്ങൾ ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേക്ക് ഒരു കസേര എടുക്കാം. കസേര എടുത്തതിന് ശേഷം നിങ്ങളൊരു തലയാണ് ഒരു ഫില്ലോ കസേരയുടെ മുകളിലായിട്ട് വെക്കുക. ഓക്കെ. നിങ്ങൾക്ക് അല്പം കൂടെ ഉയരം കിട്ടാനാണ് ഇങ്ങനെ നമ്മൾ വെക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എവിടെങ്കിലും ചേർത്തിടുക കസേര. ഓക്കെ. കട്ടിലിനോടോ എവിടെങ്കിലും ചേർത്ത് ഇതേ കണക്കിടുക. കാരണം ഇങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് പതുക്കെ താഴോട്ടിരിക്കാം. ഇതേപോലെ 1 നിങ്ങൾ ഇരിക്കുക, കുഴപ്പമില്ല, ഇരുന്നോളുക. ഇത് കണക്കിരിക്കുക. പതുക്കെ എഴുന്നേക്കുക. 2 3 സാവധാനം ഇരിക്കാം. കണ്ടില്ലേ? 4 5 6 ഇത്ര മാത്രമേ ഉള്ളൂ ഓട്ടെ. ഇത് സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു 5 എണ്ണം വെച്ചിട്ട് നിങ്ങൾ ഒരു 3 തവണ ആവർത്തിക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് അല്പം കൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 എണ്ണം വെച്ചിട്ട് 3 പ്രാവശ്യമായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വേറെ ഒരു വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ 3 വർക്കൗട്ടുകൾ മാത്രം മതിയാവും നിങ്ങളുടെ കാലിന് നല്ല സ്ട്രെങ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. ഇതേപോലെ സാവധാനം ഇരിക്കുക. നിങ്ങൾ നട്ടല് വളഞ്ഞു പോരുത്, അത് ശ്രദ്ധിക്കുക. ഇതേപോലെ. വെരി ഗുഡ്. 2 3. അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് വീഡിയോ. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്ത് ശീലിക്കാവുന്നതാണ്. നിങ്ങളൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പിന്നെ നടക്കാനായിട്ട് പറ്റും, സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേറൊരാളെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.